അപ്പോൾ വീണ്ടും സൗദി അറേബ്യയിലേക്ക്. അപ്പോൾ നമ്മൾ കൂടെ സൂരജ് ഭായ് ഉണ്ട്. സൂരജ് ഭായ് നാടെ പറഞ്ഞ തിരുവനന്തപുരം. അപ്പോൾ സൂരജ് ഭായിൻ്റെ ടാക്സിയിലാണ് നമ്മളിന്ന് പോകുന്നത്. സൂരജ് ഭായ് ഫസ്റ്റ് ടൈം ആണല്ലേ സൗദിയിൽ പോകുന്നത്? അന്നേരം കുഴപ്പമില്ല, ഞാനും ഉണ്ടോ പൊളിക്കാം. അന്നേരം ഇന്ന് പോകുന്നത് കുറച്ച് ലോങ് ആയിട്ടാണ്. ഇന്ന് റിയാദിലേക്കാണ് പോകുന്നത്. റിയാദിൽ നിന്ന് ഒരു വണ്ടി എടുത്തിട്ട് വരണം ഇങ്ങോട്ട് ഖത്തറിലേക്ക്. ഒരു കസ്റ്റമർ വണ്ടിയാണ്, ഞാൻ എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞു. അതിന് ചില്ലറ പൈസ കിട്ടും. വേറൊരാളും കൂടി ഉണ്ട് കേട്ടോ വണ്ടിയിൽ. പിന്നെ വേറെ നമ്മൾ കാണിക്കുന്നില്ല, ബാഗിലാണ്. പിന്നെ ഇന്ന് നല്ല കാലാവസ്ഥയാണ്. ഇത്ര 2 ദിവസമായിട്ട് നല്ല മഴ പെയ്തിന്. പിന്നെ മഴക്കാറും കാര്യങ്ങളൊന്നും ഇല്ല, അതുകൊണ്ട് പൊടിക്കാറ്റും കുറവായിരിക്കും എന്ന് വിചാരിക്കാം. ഏതായാലും സൗദിയിലും ഖത്തറിലും എല്ലാം മൊത്തത്തിൽ മഴ പെയ്തിന്. എന്തായാലും സൗദിയിലേക്ക് ഏകദേശം 1000-600 കിലോമീറ്റർ ഉണ്ട് തോന്നല്ലോ സർവേ. 600 അല്ലേ? 600 സംതിങ് കിലോമീറ്റർ ഉണ്ട്. ഒരു 5-6 മണിക്കൂർ കൊണ്ട് എത്തുമെന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മൾ ബോർഡറിൽ നിന്ന് എക്സിറ്റ് ആയി എന്ന് നമ്മളെ നിങ്ങളെ പേര് മറന്നു വന്നപ്പോൾ വിട്ടോ സൂരജ് ഭായ് നമ്മളെ എക്സിറ്റ് സ്കാൻ ചെയ്തു. അപ്പോൾ ദോഹൻ്റെ പരിപാടി കഴിഞ്ഞു. ഇനി നമ്മൾ നേരെ സൗദി ബോർഡറിലേക്ക്. അപ്പോൾ നമ്മൾ സൗദി ബോർഡറിലെത്തി. നമ്മളെ ഇവനും മറ്റേ ഒപ്പരമുള്ള ആളും പാസ്പോർട്ട് ഓഫീസിൽ പോയിട്ടുണ്ട്. അവരെ പുതിയ വിസയാണ്. അവർ രണ്ടാളും പാസ്പോർട്ട് ഓഫീസിൽ പോയിട്ടുണ്ട്. പുതിയ വിസക്കാർ അവിടെ പോയിട്ടുണ്ടോ അണക്കൊന്ന് ഫിംഗറിൽ എടുക്കേണ്ടി വരും, അതുകൊണ്ടിരിക്കും. ഞാൻ പിന്നെ അവരെ സ്വന്തം പഴയ വിസക്കാരൻ. ഇതെല്ലാം മഴ പെയ്തിട്ടതാ, എല്ലാം മഴ പെയ്ത വെള്ളവും കാര്യങ്ങളെല്ലാം. നല്ല കാലാവസ്ഥ, അടിപൊളി. അപ്പോൾ ഒരു സാൻഡ്വിച്ച് വാങ്ങിച്ചിന്. രാവിലെ ഒന്നും കഴിക്കാത്തതുകൊണ്ട് ചായ കുടിച്ചിന്. ഞാൻ ഒരു സാൻഡ്വിച്ച് വാങ്ങിച്ചിന്. സാൻഡ്വിച്ച് കഴിക്കാം. പറയണ്ട, ഫൈനലി വെട്ടിൻ്റെ പണി കിട്ടിയിട്ടുള്ളത്. എൻ്റെ സൗദി വിസ ഇന്നലെ കഴിഞ്ഞു. എന്നെ സൗദി ബോർഡറിൽ നിന്ന് പിടിച്ചു, തിരിച്ചയച്ച്. എനിക്ക് സൗദിയിലേക്ക് കയറാൻ പറ്റിയില്ല. അങ്ങനെ സൗദി ബോർഡറിൽ നിന്ന് ടാക്സിക്ക് ഖത്തർ ബോർഡറിന് ഇപ്പോൾ ഒരാൾ വിട്ടെന്ന് 150 റിയാലായി. ടാക്സിക്ക് വിട്ടെന്ന പാടും എന്തോ എൻ്റെ ഭാഗ്യത്തിന് അവിടെ തന്നെ ബസ് ഉണ്ടായിരുന്നു. ദോഹയിലേക്ക് പോകുന്ന ബസ്സിന് കയറി ഇരുന്നിട്ടാണുള്ളത്. എൻ്റെ ഒപ്പരുണ്ടായ ഞാൻ സൗദിയിലേക്ക് പോകേണ്ട ടാക്സിൻ്റെ അവർ പോയി, നേരെ റിയാദിലേക്ക് പോയി. ഇനിയിപ്പോൾ ഞാൻ വിസ അടിച്ചിട്ട് പോകണം. ഇനി എനിക്ക് അങ്ങോട്ട് പോകണമെങ്കിൽ ആകെ പണി കിട്ടിയിട്ടുള്ളത്. നഷ്ടങ്ങൾ. പിന്നെ എൻ്റെതും മിസ്റ്റേക്ക് ഉണ്ട്. വിസ കഴിഞ്ഞോ നോക്കിയില്ല, ഞാൻ ഉണ്ടെന്നാണ് വിചാരിച്ചത്. പക്ഷെ ഇന്നലെ കഴിഞ്ഞു. അങ്ങനെയുള്ള കാര്യങ്ങളുള്ളത്. തിരിച്ചു പോയെന്ന് ഖത്തറിലേക്ക്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ബോർഡറിന് ബസ്സിന് പോകുന്നത്. പണ്ടങ്ങാറ്റം ബസ്സിന് കയറിയതേ ഉള്ളൂ. അക്കോ പാർക്ക് ചെയ്താൽ ബസ് ദോഹയിലെത്തേക്ക് കുറേ ടൈം എടുക്കും. കാരണം അവരിങ്ങനെ കറങ്ങിയിട്ട് എന്താണ് ടെൻഷൻ അടിച്ചിട്ട് കാര്യമില്ല. നമ്മൾ ബൈ മിസ്റ്റേക്ക് വന്നത്. ഇനിയിപ്പോൾ ഇനി എന്ത് ടെൻഷൻ അടിച്ചാലും അത് നമ്മളത് എന്താ പറയുക ഇതാക്കാൻ പറ്റില്ല. അതുകൊണ്ട് എൻജോയ് ചെയ്ത് പോകണം. എല്ലാം ഒരു ഇതാക്കിയിട്ടെടുക്കാം. അപ്പോൾ ഇപ്പോൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് 2 ദിവസം കഴിഞ്ഞിട്ടാണ് കേട്ടോ. ഞാൻ ബസ്സിൽ വെച്ചിട്ട് വീഡിയോ അവസാനിപ്പിച്ച് പിന്നെ അങ്ങനെ പോയതാണ്. ആകെ ടെൻഷനായിട്ട്. കാരണം ഞാൻ റിയാദിലേക്ക് പോകുന്നതായിരുന്നു. പക്ഷേ എൻ്റെ ബിഗ് മിസ്റ്റേക്ക് കൊണ്ടാണ് ബോർഡറിൽ നിന്ന് തന്നെ പിടിച്ചത്. കാരണം ഞാൻ ഒരു 1 ഇയർ വിസയായിരുന്നു എനിക്ക് ഉണ്ടായിരുന്നത്. പിന്നെ അവർ പാസ്പോർട്ടിൽ അടിച്ചിരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അറബിയിലാണ്. സൗദിയിലെ ഇത് പറയാതെ എല്ലാ അറബിയിലാണ് എഴുത്തുള്ളത്. പക്ഷെ എൻ്റെ ഓർമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7 മാസം 8 മാസം ആയിട്ടില്ലെന്നാണ്. അതിൻ്റെ ഓർമ്മയിൽ വെച്ചിട്ടാണ് ഞാൻ ചെക്ക് ചെയ്യാണ്ട് ബോർഡറിൽ വന്നത്. അതിൻ്റെ 4 ദിവസം മുമ്പ് ഞാൻ ബോർഡറിൽ വന്നിട്ട് മാമാനെല്ലാം എടുത്ത് പോയി അങ്ങനെ ഇതാക്കിയതാണ്. പക്ഷേ എങ്കിൽ ഞാൻ വിസ നോക്കിയില്ല. ബോർഡറിൽ വന്നേരം എൻ്റെ വിസ 2 ദിവസം മുമ്പ് കഴിഞ്ഞ്. അങ്ങനെ ഞാൻ ടാക്സിക്കാനും ഖത്തറിന് വരുന്നത്. ടാക്സിക്ക് ഏകദേശം 450 റിയാൽ കൊടുത്തിട്ടാണ് ഖത്തറിന് വരുന്നത്. അങ്ങനെ ടാക്സിക്ക് ബോർഡറിന് പിടിച്ച് എന്നോട് പറഞ്ഞു, ഒന്നിക്ക് നിങ്ങളെല്ലാവരും പോകണം ഖത്തറിലേക്ക്, ഇല്ലെങ്കിൽ നീ ഈടുന്നൊരു ടാക്സി പിടിച്ചിട്ട് ഖത്തറിലേക്ക് പോകണം. അങ്ങനെ ഞാൻ ബോർഡറിന് വീണ്ടും ഖത്തർ ബോർഡറിനേക്ക് വിടാൻ വേണ്ടി ടാക്സി പിടിച്ച് 150 റുപ്യ, മൊത്തം 600 റിയാലിന് ഞാൻ വീണ്ടും റിട്ടേൺ പോയി ഖത്തറിലേക്ക്. അങ്ങനെ ഞാൻ ബസ്സിന് കയറി. ലാസ്റ്റ് ബോർഡറിന് എത്തിയപാട് നമുക്ക് ബസ് കിട്ടി. ബസ്സിന് പിന്നെ 10 റുപ്യ. ബസ്സിന് നേരെ എൻ്റെ റൂമിൻ്റെ അടുത്ത് എത്തി. പിന്നെ ആകെ ടെൻഷനിലായിരുന്നു. പിന്നെ ഞാൻ പിറ്റേന്ന് തന്നെ ഒരാളെ വണ്ടി എടുക്കാൻ പോകുന്നതാണ് ഞാൻ. എനിക്കൊരു കുറച്ച് ഫായ്ദ കിട്ടും.
ഒരു 1000-1500 റുപ്യ കിട്ടും. അങ്ങനെ റിയാദിലേക്ക് വണ്ടി, അയാളെ വണ്ടി റിയാദിലുണ്ട്, അത് എടുത്തിട്ട് ഖത്തറിൽ കൊണ്ടുകൊടുക്കുക. അതാണ് എൻ്റെ പരിപാടിയായിരുന്നു. അങ്ങനെ പിന്നെ അവരോട് പിന്നെ ഞാൻ വിളിച്ചു പറഞ്ഞു ഇങ്ങനെ ചെറിയ ഇഷ്യൂ ഉണ്ട്, ഞാൻ തർത്തീവാക്കാം ഒരു ദിവസം കൊണ്ടുവന്ന്. അങ്ങനെ വീണ്ടും ഞാൻ എൻ്റെ കഫീലിനെ വിളിച്ച് പറഞ്ഞിട്ട് അങ്ങനെ കഫീലിൻ്റെ ചെക്കനെ ഞാൻ സെറ്റാക്കി. പിറ്റേന്ന് തന്നെ ബോർഡറിന് വന്നിട്ട് വിസ അടിക്കാൻ വേണ്ടി. കാരണം എൻ്റെ കഫീലുണ്ടെങ്കിൽ എനിക്ക് വിസ അടിച്ചു തരും. അങ്ങനെ ഇതാന്നതാ, ഇതിപ്പോൾ അടിച്ചെന്ന് വിസയാന്നതാ. ഇവർ ഇതേപോലെ അറബിയിൽ എഴുതി തരുന്നതായിരുന്നു. അങ്ങനെയാണ് അറബിയിൽ എഴുതി തരുന്നത്. അത് എൻ്റെ ആദ്യത്തെ വിസ ഇതാണ്. അതുകൊണ്ട് തിരിഞ്ഞിട്ടില്ല എനിക്ക് ഈ അറബിയിൽ എഴുതിയതൊന്നും. പക്ഷേ എങ്കിൽ അതിന് കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ട് കേട്ടോ. റമദാനിലാണ് എനിക്ക് വിസ അടിച്ചത് കേട്ടോ. ഇതാണ് ആദ്യത്തെ എൻ്റെ വിസ. ഇത് റമദാനിൽ കഴിഞ്ഞ പ്രാവശ്യം അടിച്ചതാണ്. പക്ഷേ എങ്കിൽ എൻ്റെ മിസ്റ്റേക്ക് കൊണ്ട് അങ്ങനെ സംഭവിച്ച്. അങ്ങനെ ഇപ്പോൾ ഞാൻ 3ാമത്തെ ദിവസം ഇന്ന് കേട്ടോ. 3ാമത്തെ ദിവസം കഫീൽ 2ാമത്തെ ദിവസം വരാൻ വേണ്ടി എല്ലാം സെറ്റായി. ഓന് വരാന്നെല്ലാം പറഞ്ഞ് എല്ലാം സെറ്റായി നിൽക്കുന്ന സമയത്ത് ഓൻ്റെ വണ്ടി ഓഫായി. വണ്ടി സ്റ്റാർട്ടാകുന്നില്ല. പിന്നെ ഞാനത് ഗാരേജിൽ കൊണ്ടുപോയി എല്ലാം തർത്തീവാക്കി. അന്നത്തെ ദിവസവും പോയി. എന്താണെന്നറിയില്ല, എന്തോ ഒരു വരാൻ പറ്റാത്ത വിധത്തിലുള്ള ഒരു മുടക്ക്. അങ്ങനെ അവസാനം ഇപ്പോൾ 3ാമത്തെ ദിവസം ഇന്ന് വന്ന് കഫീലിൻ്റെ ചെക്കൻ്റെ അപ്പുറം വന്ന് ബോർഡറിന് വിസ അടിച്ച് 1 ഇയർ വിസ ഇപ്പം അടിച്ചന്ന് ഞാനിപ്പോൾ ബോർഡറിൻ്റെ ഇപ്പോഴത്തെ റൗണ്ട് ബോട്ടിൽ എന്നെ വിട്ടിട്ട് പോയി. എന്നെ വിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നോട് ചോദിച്ചാൽ ആരാ ഉള്ളത്. ഞാൻ പറഞ്ഞു ഇവിടെ എൻ്റെ ചങ്ങായി ഉണ്ട്, എടുക്കാൻ വരും, നീ ബോർഡ് എന്ന് പറഞ്ഞിട്ട് റൗണ്ട് ബോട്ടിൽ ഇവിടെ വിട്ട് ഞാൻ കാണിച്ചു തരാം. റൗണ്ട് ബോട്ടിൽ ഇതാണ് റൗണ്ട് ബോട്ട്. ഇത് ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ദുബായിലേക്ക് പോകുന്ന റോഡ്, നേരെ അങ്ങോട്ട് സൗദി, അങ്ങോട്ട് ഖത്തർ. ആ റൗണ്ട് ബോട്ടാണ് ഇത്. ഇവിടെ തന്നെ നമ്മളെ ടേസ്റ്റി ടീ ഉണ്ട് ഖത്തറിൻ്റെ ഉള്ള. പിന്നെ ഇവിടെ കുറേ ഷോപ്പും കാര്യങ്ങളെല്ലാം ഉണ്ട്, പള്ളിയുണ്ട്, എല്ലാം ഉണ്ട്. അന്നേരം ഇവിടെ വിട്ട് വന്നിട്ട് ഓൻ പോയി. ഇനിയിപ്പോൾ എൻ്റെ ഓപ്ഷൻ ഞാൻ ഇവിടുന്ന് എന്തെങ്കിലും ടാക്സിയോ ഇതെല്ലാം പിടിക്കാമെന്നുള്ളതായിരുന്നു. കാരണം ഞാൻ ഫുൾ ടൈം വണ്ടിയിൽ വരുന്നത് കൊണ്ട് ഇവിടെ എന്തുണ്ട് എങ്ങനെയാണ് പോകാമെന്നൊന്നും ഓപ്ഷനൊന്നും എനിക്കറിയില്ല. പിന്നെ ഇതിൻ്റെ ഇപ്പുറം കടന്ന് കിട്ടിയാൽ എങ്ങനെയെങ്കിലും പോകാമെന്നുള്ള ഓപ്ഷനിലാണ് ഞാൻ ഇവിടെ വന്നത്. പക്ഷേ നോക്കുമ്പോൾ ഇവിടെ ടാക്സികളുണ്ട്. 200 റുപ്യ പറഞ്ഞ് 250, 400 പറഞ്ഞ് അങ്ങനെ ലാസ്റ്റ് ഇപ്പോൾ ഒരു 150 റുപ്യക്ക് ഒരു ടാക്സി ഒപ്പിച്ചിട്ടുണ്ട്. അത് അല്ലസയിലേക്കാണ്. അല്ലസേന്ന് പോയിട്ട് ഇനി ആടുന്ന് വല്ല ബസ്സിനെല്ലാം റിയാദിലേക്ക് പോകണം. അതാണ് പരിപാടി. റിയാദിൽ പോയിട്ട് വണ്ടി പിക്ക് ചെയ്തിട്ട് ഖത്തറിലേക്ക് വരണം. അതാണ് എൻ്റെ പരിപാടി. ഇപ്പോൾ സമയം രാത്രി ഏകദേശം 8 മണി കഴിഞ്ഞ് 8:30 ഇതാണെന്നുള്ളി ടാക്സി ഇതല്ല. അന്നേരം അങ്ങനെയെല്ലാം സംഭവം. ഭയങ്കര കുടുങ്ങിയാട്ടാ. പിന്നെ എല്ലാം നമ്മൾ സന്തോഷത്തോടെ സ്വീകരിക്കുക. കാരണം പരീക്ഷണങ്ങൾ ഇഷ്ടംപോലെ ഉണ്ടാവും. ഇനി അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് 1 വർഷത്തെ വിസ വീണ്ടും ആയിട്ടുണ്ട്. എൻ്റെ മിസ്റ്റേക്കാണ് കേട്ടോ, ഭയങ്കര മിസ്റ്റേക്കായിരുന്നു അത്. അന്നേരം ഞാനിനി അങ്ങോട്ടുള്ള വീഡിയോ കൂടി എടുക്കാം. ടാക്സി വരട്ട്, ടാക്സിക്ക് വെയിറ്റ് ചെയ്യലാണ്. ഒരു ബാഗും വെള്ളവും അയാളെ വണ്ടീൻ്റെ താക്കോല് അത് ഇതെല്ലാം ആയിട്ടാണ് പോകുന്നത്. ഇവിടെ ഫുള്ള് വിറ്റാന്ന് കേട്ടാ. ഇപ്പം അടക്കം 100 റുപ്യക്ക് വേണ്ടി ഇട്ടിട്ടുണ്ട്. നമ്മളെ ബംഗ്ലാദേശ് ഭായ് आपका क्या नाम है? अस्सलाम वालेकुम. क्या नाम है? റംസാൻ. ആ ഓക്കെ. റംസാനിലെ ഒരു വണ്ടി കിട്ടിയിട്ടുണ്ട്. ഓനെ അങ്ങനെ വന്നതാണ് അല്ലസേന്ന്. 100 റുപ്യക്ക് ഓന് കൊണ്ടുവിട്ടാന്ന് പറഞ്ഞ് നേരെ ഓൻ്റെ കൂടെ പോന്ന്. അല്ലല്ല അവൻ തന്നെ. അപ്പോൾ സമയം 11 മണി. അങ്ങനെ അല്ലാസയിലെത്തി. കുറേ കാലത്തിന് ശേഷമാണ് അല്ലാസയിൽ വരുന്നത്. അല്ലാസയിൽ വന്നിട്ട് ഒരു 3-4 വർഷമായി തോന്നുന്നു. അല്ലാസ ഡൗണാണ് കേട്ടോ. അത്യാവശ്യം അടിപൊളി വലിയ ഡൗണാണ് അല്ലാസ കേട്ടോ. അപ്പോൾ റിയാദിലേക്ക് പോകുന്നു. ഇവന് വണ്ടിയിൽ 2 കൂടി ഇങ്ങനെ കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ അവർ എടുക്കാൻ വേണ്ടി പോകുന്നത്. पूरे गाड़ी पार्क करने के लिए पैसे चाहिए ना? हाँ, ഇവിടെ ഫുള്ള് വണ്ടി പാർക്ക് ചെയ്യാൻ പൈസയാണ് കേട്ടോ. പേയ്മെൻറ്റ് കിतना आता है? ആ അപ്പോൾ സമയം 4:30. ഫൈനലി ഞാൻ റിയാദിലെത്തി. നമ്മൾ അഫ്സൽ തന്ന ലൊക്കേഷനിലെത്തി. നമ്മളെ ചങ്ങായികളെ കൂട്ടാൻ വരുന്നുണ്ട്. പിന്നെ ഈ ഹോട്ടലാന്ന് ലൊക്കേഷൻ തന്നിന്. അടിപൊളിയായിട്ട് ഇവിടെ എത്തി. അങ്ങനെ രാവിലെയായി. അച്ചുവിൻ്റെ റൂം എംബസിൻ്റെ ഉള്ളിലായതുകൊണ്ട് പിന്നെ അതിൻ്റെ ഉള്ളിൽ അങ്ങോട്ട് പിന്നെ ഫുള്ള് വീഡിയോ ഒന്നും എടുത്തില്ല നമ്മൾ. അങ്ങനെ രാവിലെ നമ്മൾ ഇറങ്ങലാണ്. അപ്പോൾ എൻ്റെ കൂടെയുള്ളത് നമ്മളെ അച്ചുവാണ്. അച്ചുവാ ഖത്തറിൽ വരുന്നില്ലേ? റിയാദിൽ അച്ചു ഉള്ളതുകൊണ്ട് ഭാഗ്യം. ഒരു ദിവസം വരണേ നമുക്ക് സൗദി ഒന്ന് കറങ്ങണം അച്ചു. സൗദി ഒന്ന് വണ്ടി നമ്മള് 2 ഓടിക്കുന്നതാണല്ലോ.
നല്ല അടിപൊളി സ്ഥലമാണ് കേട്ടോ. നല്ല നമുക്ക് ഇങ്ങനത്തെ ഇതെല്ലാം ഹിസ്റ്ററി പ്ലേസ് ആയിരിക്കുമോ? പണ്ടത്തെ എല്ലാം വലിയ ഹിസ്റ്ററി വലിയ കോട്ടയൊന്നും ഇത് പണ്ടത്തെ കേട്ടാ. അതൊക്കെ ഷെയ്ക്കിന്റെ പണ്ടത്തെ മെയിൻ ഷെയ്ക്കിന്റെ അങ്ങനത്തെ എന്തെങ്കിലും ഇതായിരിക്കുമോ? അല്ലാണ്ടൊന്നും ഇതിങ്ങനെ അതല്ല, എന്തെങ്കിലും അവരെ ഭരണ കേന്ദ്രമായിരിക്കും ഇത് വലിയ പണ്ടത്തെ അറിയാതെ. അതാ നല്ല കോട്ടത്തെ കയറ്റുള്ളതാ, പഴയ കയറ്റ് നമ്മളെ ഇന്ത്യയില്. ഞങ്ങൾക്ക് രാജസ്ഥാനിൽ പോയ ഫീലാ കിട്ടുന്നത്. രാജസ്ഥാനിൽ പോയാൽ ഇതേപോലെയാ എല്ലായിടത്തും ഇതന്നെ, ഇതേപോലെ തന്നെ കോട്ടകളുടെ ഇതാണ് ആറാട്ടാ നാട. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഹിസ്റ്ററി എൻ്റെ അഭിപ്രായത്തിൽ രാജസ്ഥാനിലാണ്. എടാ അരുവിയലുണ്ടല്ലോടാ, വെള്ളം പോകുന്നുണ്ടല്ലോ. നല്ല വെള്ളം ഇതാ പോകുന്നത്. പക്ഷികൾക്കെല്ലാം അടിപൊളിയായി. അപ്പോ നമ്മളെ ഈ വണ്ടി എടുക്കാനാ വന്നിന്. ഈ വണ്ടി ഞാൻ പിക്ക് ചെയ്തു. അച്ചു ഇവിടെ ഉണ്ട്. അച്ചു ഇവിടെ നിന്ന് തിരിച്ച് റൂമിലേക്ക് പോകും. അച്ചു മറ്റേ ഇവിടുത്തെ സൗദീൻ്റെ പൊടിക്കാറ്റ് കിട്ടുവാ ഉറപ്പായിട്ടല്ല. ഇതില്ലെന്നാണ് കേട്ടോ വണ്ടി എടുത്തിന്. പക്ഷേ ഉറപ്പായിട്ട് കേട്ടോ. അതോട് വണ്ടി കഴുകണ്ട, ഇങ്ങനെ പോട്ട്. ഇത് കുറച്ച് ദിവസമായി തോന്നുന്നു ഇട്ടിട്ടവര്. മഴ പെയ്തില്ല. മഴയെല്ലാം കൊണ്ട്. അപ്പൊ ഇത് നമ്മൾ അറിയുന്ന വണ്ടി തന്നെയാണ് കേട്ടോ. നമ്മൾ അങ്ങനെ എല്ലാ വണ്ടിയും എടുത്തിട്ട് സൗദിയിൽ നിന്ന് ബോർഡർ കടത്തി തരും ചെയ്യില്ല. അതിന് അറിയുന്ന ആൾക്കാരുടെ വണ്ടി മാത്രം ഇങ്ങനെ നമ്മൾ സേഫ് ആയിട്ടുള്ളത് മാത്രം കടത്തി തരും. അച്ഛൻ്റെ ഈ വണ്ടി കടത്തണം സൗദി, നമുക്ക് ഖത്തറിലേക്ക്. ഓക്കെ, ഇനി എന്താ പരിപാടി? പോയിട്ട് ഉറങ്ങലാ? ഇന്നത്തെ കിലോമീറ്റർ ഉണ്ടാവും? 1.5 മണിക്കായി തന്നെ. ഇന്ന് 2 കളി ഉണ്ടാ? എന്നാലും ഓക്കെ, ഇൻഷാല്ലാ വീണ്ടും കാണാം. വീണ്ടും സൗദിയിൽ വരും. അപ്പോൾ അച്ചു തിരിച്ചു പോയെന്ന്. എന്തായാലും എനിക്ക് ഇവിടുന്ന് ഇനി ഖത്തർ ബോർഡറിലേക്ക് 494 കിലോമീറ്റർ ഉണ്ട്. ഏകദേശം ദോഹയിൽ എത്തേണ്ടെങ്കിൽ 500 കിലോമീറ്റർ ആവും. 496 കിലോമീറ്റർ ഉണ്ട്. പെട്രോള് അത്യാവശ്യം പകുതി കാണിക്കുന്നുണ്ട്. എൻ്റെ അടുത്ത് സൗദി റിയാലില്ല. അച്ചുവിൻ്റെ അടുത്തുനിന്ന് ഒരു 15 റിയാൽ സൗദി റിയാൽ തൽക്കാലം വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ അത് മതി. പിന്നെ വേറെ പ്രശ്നമൊന്നുമില്ല. ഓക്കെ, അച്ചു അങ്ങോട്ട് പോകുന്നത്. മരുഭൂമിയിലൂട്ടേ ഒട്ടകം കടന്ന് പോകുന്നുണ്ട്. ഒട്ടകങ്ങളെ മേച്ച് കൊണ്ടുപോകുന്നു റോഡ് ക്രോസ് ചെയ്തിട്ട്. ഇന്ത്യയിലോട്ട് യാത്ര ചെയ്യുമ്പോൾ ആടും പശുവാ കാണാം. ചുവന്ന മരുഭൂമിയാണ് രണ്ട് സൈഡിലും. നല്ല മഴക്കാറുണ്ട്. മഴ പെയ്യാന്നറിയില്ല. നേരെ ഖത്തറിലേക്ക്. അങ്ങനെ പൊടിക്കാറ്റ് തുടങ്ങി. ഇത്ര സമയം വരെ ഉണ്ടായിട്ടാ. ഇപ്പൊ പൊടിക്കാറ്റ് തുടങ്ങി. നല്ല ഭയങ്കര പൊടിയാതല്ല. പൊടിക്കാറ്റ് നിന്നിട്ടില്ല. ചില സ്ഥലത്ത് തീരെ കാണുന്നില്ല കേട്ടാ. ഭയങ്കര. ഇപ്പൊ കുറച്ചൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ സമയം 6:30 നമ്മളെ കുറച്ച് സ്ഥലത്ത്
സ്റ്റോപ്പാക്കി ഒന്ന് റെസ്റ്റിൽ എടുത്തിട്ടാണ് കേട്ടോ അന്നിന്, അതുകൊണ്ടാണ് കുറച്ച് ലേറ്റ് ആയത്. നേരെ ഖത്തർ ബോർഡറിലേക്ക്. ഓക്കെ, ഫൈനലി എല്ലാം കഴിഞ്ഞു, ഖത്തർ ബോർഡറും കഴിഞ്ഞു. നമ്മളെ സ്വന്തം വെൽക്കം ടു ഖത്തർ റൗണ്ട് ബോട്ടിലെത്തി. ഓ, സമയം 7:30 അവിടെ നല്ലൊരു സുലൈമാനിയും കുടിച്ച് വിടാം. അപ്പോൾ ഫൈനലി നമ്മുടെ സ്വന്തം ഖത്തറിലെത്തി. നമ്മളെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം കൃത്യമായി നിറവേറ്റി. ഈ വില്ലയിലുള്ള ആളായിരുന്നു. ആ വില്ലയിൽ നമ്മൾ വണ്ടിയെല്ലാം കൊടുത്ത് ഇപ്പോൾ ടാക്സിക്ക് കാത്തിക്കുന്നത്. ടാക്സിക്ക് നേരെ റൂമിലേക്ക്. ഭയങ്കര ടയേർഡാണ്, പോയിട്ട് കുറച്ച് കടന്നുറങ്ങണം. നേരെ വീഡിയോ കുറച്ച് ലോങ് ആയിപ്പോയോ എന്നറിയില്ല. നല്ല കാഴ്ചകൾ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.